Hi friends, welcome back to Serum Learning. Yes, അപ്പോൾ ഇതാ നമ്മുടെ പേപ്പർ ബോട്ടിൽ മറ്റൊരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആരും ഒരാൾ ഇവിടെ എന്ത് വണ്ടർ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഒരു പുള്ളി നമ്മുടെ ബാക്കിൽ. യെസ്, എന്തിനായിരിക്കും പുള്ളി ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്? എന്തിനായിരിക്കും നമ്മുടെ ബോയ് ഇങ്ങനെ why is he standing like this and what doubt he has? അല്ലേ, നോക്കാം നമുക്ക് ഇവിടെ ദേ ഒരു ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി മക്കൾ എന്താ നമ്മുടെ ആപ്പിലൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്, ഈ ഒരു സിംഗുലർ പ്ലൂറൽ മേക്കിംഗ്. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ? എന്താണ് ചോദ്യം? എന്താ ഇവിടെ തന്നിരിക്കുന്നത്? റീഡ് ദ ഫോളോവിങ് സെന്റൻസസ്. നമ്മളെടുത്ത് സെന്റൻസസ് വായിക്കാൻ പറയാണ്. And a bent a little and launched a paper boat. അന്ന് എന്ത് ചെയ്തു? വളരെ നമ്മുടെ അരുവിയുടെ അടുത്തേക്ക് വരുന്നു. അന്ന് എന്ത് ചെയ്യുന്നു? അവളുടെ ബോട്ട് താഴെ എടുക്കുന്നു, ഇങ്ങനെ കുലുങ്ങി നിൽക്കുന്നു, കുട്ടി ഒഴുക്കുന്നു. ഓക്കെ, നമ്മളത് ഒരുപാട് പ്രാവശ്യം പഠിച്ചതാ. സെക്കൻഡ് സെന്റൻസ് നോക്ക്. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് എ ബോട്ട്സ്. അവിടെ ആര് വരുന്നു? നമ്മുടെ ഡുണ്ടുമുൻ വരുന്നു അല്ലേ. നമ്മുടെ ഫാറ്റ് ബോയ് വന്നിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ മുക്കല് വെള്ളത്തിൽ കൈയിട്ട് എന്ത് ചെയ്തു? അവളെ ബോട്ട് എടുത്ത് ചട്ടപ്പടി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി നമുക്കിവിടെ എന്തുണ്ട്? two more sentences are there. The story paper boats is a fairy tale. പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു കഥ എന്താണ്? ഇറ്റ് ഈസ് എ ഫെയറി ടെയിൽ. അതൊരു ഫെയറി ടെയിൽ ആണ്. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദ ബോട്ട്സ്. നമ്മൾ മറ്റേ പോയത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബോയ് അവരുണ്ടാക്കിയ ബോട്ടുകൾ ആരാണ് രാത്രി വന്ന് ഒഴുക്കുന്നത്? നമ്മുടെ ഫെയറീസ് ഓഫ് സ്ലീപ്പ് അല്ലേ, ഉറക്കത്തിന്റെ മാലാഖമാർ. അവരെന്ത് ചെയ്യുന്നു? ഒരു ബക്കറ്റ് നിറയെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും പിടിച്ചെന്ത് ചെയ്യാണ്? അവരിങ്ങനെ തുഴങ്ങി പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് സെന്റൻസ്, രണ്ട് സെറ്റ് ഓഫ് സെന്റൻസസ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് സെറ്റ് സെന്റൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും ഒരു സെന്റൻസ് എന്താണ് നോക്ക്. ഇതിൽ ആദ്യത്തെ സെന്റൻസിൽ ബോട്ട് എന്ന് പറയുന്ന നൗൺ അത് സിംഗുലർ ആണ്. ഇവിടെയൊക്കെ ഒരു ബോട്ടാണ്. പക്ഷെ ഇവിടെ എന്താണ്? പ്ലെന്റി ഓഫ് ബോട്ട്സ് അല്ലേ. എന്താണ്? മിനി ബോട്ട്സ് അല്ലേ. ഒരുപാട് ബോട്ട്സ് ഇവിടെ ഉണ്ട്. സോ പ്ലൂറലും സിംഗുലറും ആണ് ഇവിടെ തന്നിരിക്കുന്ന നൗൺസ്. അതേപോലെ അടുത്ത സെറ്റ് സെന്റൻസസ് നോക്കുക. ഇറ്റ് ഈസ് എ ഫെയറി ടെയിൽ. ഇത് ഒരു ഫെയറി ടെയിൽ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഫെയറീസ്. ഒരുപാട് ഫെയറീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്ലൂറൽ. അത് പ്ലൂറൽ ആണ്. ഓക്കെ, നൗ ഇവിടെ നോക്ക് നിങ്ങൾ. Look at the underlined words. The word in the second sentence is the plural of the word in the first sentence. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ സെന്റൻസിന്റെ പ്ലൂറൽ ആണ് ഇത് താഴെ തന്നിരിക്കുന്നത് അല്ലേ. നോക്ക്, in the first set of sentences S is added to form the plural. ആദ്യം നോക്ക്, ഇവിടെ നോക്ക്. ബോട്ട് എന്ന് പറയുന്നത് സിംഗുലർ ഒന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ മിനി ബോട്ട്സ് എന്നാക്കാൻ എന്ത് ആഡ് ചെയ്തു? എസ് എന്ന് പറയുന്ന അക്ഷരം ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ചില നൗണ്, ചില പേരുകളുടെ കൂടെ ചില ലെറ്റേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. അത്ര ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ ചില വാക്കുകളുടെ പിന്നില് അഡീഷണൽ ആയിട്ട് ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ കൂട്ടി വിചാരിക്കുക, അതിന്റെ പ്ലൂറൽ ഫോം നമുക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അത്ര ഇവിടെ പറയുന്നുള്ളൂ. നോക്കടാ ഇവിടെ. Look at the following words and write the plural forms of it. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അതിന്റെ പ്ലൂറൽ നമ്മൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്ക്. ട്രീന്റെ പ്ലൂറൽ എന്താ? നമുക്കറിയാം. ട്രീന്റെ പ്ലൂറൽ എന്താടാ? ഇറ്റ് ഈസ് ട്രീസ് അല്ലേ. ട്രീസ് ആണ്. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്ത ലെറ്റർ ഏതാണ്? എസ് ആണ്. റൈറ്റ്. നമ്മൾ ഏതാണ് ആഡ് ചെയ്ത ലെറ്റർ? ദ ലെറ്റർ ഈസ് എസ്. നെക്സ്റ്റ് വൺ നോക്ക്. പാരന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെത് പാരന്റ്സ് ആണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് എസ് ആണ്. നെക്സ്റ്റ് നോക്ക്. വി ഹാഡ് ചൈൽഡ്. നമുക്കറിയാം ചൈൽഡ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താണ്? ഇറ്റ് ഈസ് ചിൽഡ്രൻ ആണ് അല്ലേ. ചിൽഡ്രൻ. ഇവിടെ നോക്ക്, നമ്മൾ എൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ. ബോയ് എന്നുള്ളതിന്റെ നമുക്കറിയാം ഇറ്റ് ഈസ് ബോയ്സ്. നമ്മളിവിടെ എന്ത് ആഡ് ചെയ്തു? എസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ. സ്കൈസ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് എന്താ? IES ആണ്. സോ സ്കൈസ് വി ഗോട്ട്. നൗ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഫ്ലവേഴ്സ്. ഫ്ലവറിന്റെ പ്ലൂറൽ എന്താടാ? ഫ്ലവേഴ്സ്. Here also S we added. Next one it is I. നോക്ക്. ഐസ്. എസ് ആഡ് ചെയ്താൽ മതി. അടുത്ത വാക്ക് നോക്ക്. സ്റ്റോറി ആണ്.
സ്റ്റോറീസ്. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്ത്? IES. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈസ്. ഇവിടെ എന്താ നമ്മൾ IES ആഡ് ചെയ്തു. അപ്പൊ ആക്ച്വലി എന്താണ്? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? സിംഗുലറിനെ പ്ലൂറൽ ആക്കാം. നമ്മൾ എന്ത് ചെയ്യും? ആ വാക്കിന്റെ ബാക്കിൽ എന്ത് ചെയ്യും? 2 അക്ഷരം നമ്മൾ എന്ത് ചെയ്യും? ഒന്നങ്ങ് കൂട്ടി കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്ലൂറൽ ഫോം കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ചില വാക്കുകൾക്ക് അക്ഷരങ്ങൾ വ്യത്യാസമാണ്. ഇപ്പൊ ബോയ്സ്, ബോയ്സ് വെറും നമ്മളൊരു എസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സ്കൈസ് എന്ന് പറയുമ്പോൾ സ്കൈസ് IES നമ്മൾ എന്ത് ചെയ്തു? 3 അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇതെന്തിനാ? നമ്മുടെ ഗ്രാമർ ആക്ടിവിറ്റിയാണ്. ഇതിനുശേഷം എന്താ? നമുക്ക് എക്സാമിനുള്ള ഡിസ്കോഴ്സസ് ആക്ടിവിറ്റീസ് ഒരുപാട് വരാനുണ്ട്. സോ യു പീപ്പിൾ ഷുഡ് ബി വെരി അപ്ഡേറ്റഡ് വിത്ത് അവർ ചാനൽ. നിങ്ങൾ എപ്പോഴും ചാനലിലെ വീഡിയോസ് മക്കൾ കാണണം. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, ബൈ.